ഹൈ ഡെഫിനിഷൻ ക്യാമറ, ലോങ് ബാറ്ററി ലൈഫ്, ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ്. അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെയുണ്ട്. മൈജി ഫ്യൂച്ചർ. പാലക്കാടൻ കോട്ട മികച്ച ഭൂരിപക്ഷത്തിൽ നിലനിർത്തി UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ. 18,198 എന്ന മികച്ച വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് UDF വിജയം പ്രതീക്ഷിച്ചിരുന്ന BJP ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് പാലക്കാട് കണ്ടത്. പാർട്ടി മുന്നേറ്റം പ്രതീക്ഷിച്ചിരുന്ന നഗരസഭാ മേഖലയിലടക്കം C. കൃഷ്ണകുമാറിന് വലിയ തോതിൽ വോട്ട് കുറയുകയും ചെയ്തു. UDFന്റെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്തേക്കുള്ള ലീഡിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയത്. 10,000-ന് മുകളിൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുമെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് VK ശ്രീകണ്ഠന്റെ പ്രതികരണം. UDFന് 58,389 വോട്ടുകൾ ലഭിച്ചപ്പോൾ 39,549 വോട്ടുകളാണ് BJPക്ക് ലഭിച്ചത്. 37,293 വോട്ടുകളുമായി LDF മൂന്നാമതുമായി. കോർപ്പറേഷനിലെ വോട്ടുകൾ എണ്ണിയപ്പോൾ മുതൽ തന്നെ ട്രെൻഡ് വ്യക്തമായിരുന്നു. BJP വോട്ടുകൾ വല്ലാതെ കുറയുകയും രാഹുൽ കൃത്യമായ മേധാവിത്വം പുലർത്തുകയും ചെയ്തു. കോർപ്പറേഷൻ മേഖല കഴിഞ്ഞ് പിരായിരി പഞ്ചായത്തുകളിലെ വോട്ടുകൾ എണ്ണിയപ്പോൾ UDFന്റെ ലീഡ് കുത്തനെ ഉയർന്നു. പിരായിരിയിൽ 6,775 വോട്ട് നേടിയ രാഹുൽ BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനേക്കാൾ 4,124 വോട്ടുകളാണ് ഇവിടെ നേടിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3,859 വോട്ടിനായിരുന്നു BJP ടിക്കറ്റിൽ മത്സരിച്ച മെട്രോമാൻ E. ശ്രീധരനെതിരെ ഷാഫി പറമ്പിൽ വിജയിച്ചത്. അന്ന് 54,079 വോട്ടുകളാണ് UDFന്റെ പെട്ടിയിൽ വീണത്. അതിനേക്കാൾ 4,000-ഓളം വോട്ടുകൾ അധികമായി നേടിക്കൊണ്ടാണ് ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലം നിലനിർത്തിയിരിക്കുന്നത്. എന്നാൽ 50,220 വോട്ടുകൾ നേടിയ BJPയുടെ വോട്ടാണ് ഇത്തവണ 39,549ലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നത്. LDFനെ സംബന്ധിച്ചാവട്ടെ ഇത്തവണയും മൂന്നാം സ്ഥാനത്താണെങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ 1,000-ഓളം വോട്ടുകൾ അധികമായി നേടാൻ സാധിച്ചു എന്നതാണ് ആശ്വാസകരം. അതേസമയം ചേലക്കര മണ്ഡലത്തിൽ LDF സീറ്റ് നിലനിർത്തുകയും ചെയ്തു. 12,201 വോട്ടിനാണ് UR പ്രദീപിന്റെ വിജയം. LDF 64,827 വോട്ട് നേടിയപ്പോൾ UDFന് ലഭിച്ചത് 52,626 വോട്ടുകളാണ്. അതേസമയം 33,609 വോട്ട് നേടി BJP മികച്ച മുന്നേറ്റം ചേലക്കരയിൽ കാഴ്ചവെക്കുകയും